സ്മാർട്ട് ക്ലാസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 15ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LDCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ അനാലിസിസുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 3, 4, 1, 2. അതായത് ഒന്നാമത്തേത് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921 രണ്ടാമത്തേത് കയ്യൂർ ലഹള. കയ്യൂർ ലഹള നടന്നത് 1941 മൂന്നാമത്തേത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. നാലാമത്തേത് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം 1949 ജൂലൈ 1. ക്വസ്റ്റ്യൻ നമ്പർ 2. താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കുക. ഇവയിൽ ലിസ്റ്റ് 1 വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് 2 നിന്നും ചേർത്തിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 സി, 2 ഡി, 3 ബി, 4 എ. നമുക്കൊന്ന് നോക്കാം. റാണി ലക്ഷ്മിബായ്. റാണി ലക്ഷ്മിബായുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഝാൻസി ആണ്. അടുത്തത് നാനാ സാഹിബ് കാൺപൂർ. കൻവർ സിംഗ് ആറ. ബഹദൂർ ഷാ സഫർ ഡൽഹി. ഇതാണ് ശരിയായ ജോഡികൾ. ക്വസ്റ്റ്യൻ നമ്പർ 3. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ശരി. അതായത് ഏതാണ്? ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരമാണ് നിസ്സഹരണ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവതി വർഷമാണ് 2021? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം. എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ജാലിയൻ വാലാബാഗ് 1919. വൈക്കം സത്യാഗ്രഹം 1924. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ക്വസ്റ്റ്യൻ നമ്പർ 5. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ല. ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. അതേപോലെ തുഹ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. 1829 അദ്ദേഹം സതി നിർത്തലാക്കി. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1829 സതി നിർത്തലാക്കി. 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1833 സെപ്റ്റംബർ 27 ഇദ്ദേഹം ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായത്. ക്വസ്റ്റ്യൻ നമ്പർ 6. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പാരീസ് സമ്മേളനം. ക്വസ്റ്റ്യൻ നമ്പർ 7. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിന്റെ നിർവചനം കണ്ടെത്തുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ. എങ്കിൽ ഒരേ താപമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? അത് ഐസോതേംസ് ആണ്. ഒരേ താപമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോതേംസ്. അതേപോലെ ഒരേ അന്തരീക്ഷമർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ. അതുപോലെ തന്നെ ഒരേ അളവിൽ മഴയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോഹൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്ത്യയിലെ ഖാരിഫ് കൃഷിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ് എന്ന് കണ്ടെത്തുക. ഇതിലും കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല. അതിന്റെ കറക്റ്റ് ആൻസർ ആദ്യത്തെ 3 പ്രസ്താവനയും കറക്റ്റ് ആണ്. അതായത് വിത്ത് വിതയ്ക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ്. ഒക്ടോബർ നവംബറിൽ വിളവെടുക്കുന്നു. നെല്ല്, ജോവർ, റാഗി, ബജ്റ എന്നിവ പ്രധാന കൃഷിയിനങ്ങളാണ്.
നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണ്? വടക്കു കിഴക്കൻ മൺസൂൺ കാലത്താണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് തെറ്റാണ്. ഈ ഖാരിഫ് കൃഷി നടത്തുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ചിട്ടാണ്. ഖാരിഫ് കൃഷി നടത്തുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉളിയാഴ്ത്തുറ. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ബാർബഡോസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവ? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാൺല, നവശേവ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. സാധാരണ നമ്മൾ രണ്ടെണ്ണമാണ് പഠിക്കുന്നത്, ഖാദറും ബംഗറുമാണ് പഠിക്കുന്നത്. അതായത് പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നും പഴയ എക്കൽ മണ്ണിനെ ബംഗർ എന്നും പഠിക്കാറുണ്ട്. ബാബർ, ഫംഗർ, ഖാദർ, ടെറായ് എന്നിവ എക്കൽ മണ്ണിന്റെ ഭൗമശാസ്ത്ര വിഭജനമാണ്. ശിവാലിക് താഴ്വരയിലാണ് ഇത് കാണുന്നത്. ബാബർ എന്താണെന്ന് വെച്ചാൽ ഇളകി മറിഞ്ഞ പാറകൾ കാണപ്പെടുന്നു. ഇവിടെ ഇളകി മറിഞ്ഞ പാറകൾ കാണപ്പെടുന്നു. അതായത് ചെറിയ പെബിൾസ് പോലെയുള്ള പാറകൾ ഇവിടെ കാണപ്പെടുന്നു. അതിനാൽ നദികൾ ഇവിടെ അപ്രത്യക്ഷമാണ്. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശമാണ് ബാബർ. ഫംഗർ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. പഴയ എക്കൽ മണ്ണിനെയാണ് ഫംഗർ എന്ന് പറയുന്നത്. ഇതിൽ പ്രാദേശികമായി കങ്കർ എന്നറിയപ്പെടുന്ന കാൽഷ്യസ് നിക്ഷേപങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഫലപുഷ്ടി ഇല്ലാത്ത, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത മണ്ണാണ് ബംഗർ എന്ന് പറയുന്നത്. എങ്കിൽ ഖാദർ എന്താണ്? അതെല്ലാവർക്കും അറിയാം അല്ലേ? പുതിയ അലൂവിയൽ ഫലഭൂയിഷ്ടിയുള്ള മണ്ണാണ്, കൃഷിക്ക് അനുയോജ്യമാണ്. ഖാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. അതേപോലെ ഫലഭൂയിഷ്ടിയുള്ള മണ്ണാണ്, കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഖാദർ. ടെറായ് പ്രദേശം എന്ന് പറയുന്നത് സൂക്ഷ്മമായ എക്കൽ മണ്ണുകൾ അടങ്ങിയിട്ടുള്ള നിബിഡമായ ചതുപ്പ് പ്രദേശങ്ങളാണ് ടെറായ്. ഇവിടെ ധാരാളം വനപ്രദേശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതേപോലെ ചോദിക്കാറുണ്ട്, ടെറായ് പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് ദുവ നാഷണൽ പാർക്ക്. ടെറായ് പ്രദേശത്ത് കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് ദുവ നാഷണൽ പാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 13. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഭൂവികസന ബാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 14. സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് ഉൽപാദനത്തെയാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പഴം, പച്ചക്കറി. ക്വസ്റ്റ്യൻ നമ്പർ 15. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പഞ്ചാബ്. ഏറ്റവും കുറവുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. ക്വസ്റ്റ്യൻ നമ്പർ 16. PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സംഖ്യ. ക്വസ്റ്റ്യൻ നമ്പർ 17. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധിയാണ് ഇത് നടപ്പിലാക്കിയത്. ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ്? 1974 മുതൽ 78 വരെ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നിക്ഷേപ വിൽപ്പന. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 20. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലിക അവകാശം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സ്വത്തവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 21.
അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജർമ്മൻ ഭരണഘടന. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, PK തുങ്കൻ കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കൺകറന്റ് ലിസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടമെടുത്തത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. എന്നാൽ പിന്നെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 39 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം ലഭിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് 39ന്റെ D ആണ്. 39ന്റെ D ആണ് തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം. 39A എന്താണ്? സൗജന്യ നിയമസഹായം. 39ന്റെ A സൗജന്യ നിയമസഹായം. 39ന്റെ D തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം. ആർട്ടിക്കിൾ 40 ആണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 25. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ 2019 രാജ്യസഭയിൽ ആണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നവരിൽ ആരാണ് ബിൽ അവതരിപ്പിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ശ്രീ അമിത് ഷാ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾ 32. ക്വസ്റ്റ്യൻ നമ്പർ 27. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, രാഷ്ട്രപതി. ക്വസ്റ്റ്യൻ നമ്പർ 28. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഏതാണ് പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആശ്വാസ കിരണം പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 29. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമോപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എഡ്യൂസാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 30. MP-മാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പാക്കി അതിലൂടെ ആ പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്നു. ഏതാണ് പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൻസദ് ആദർശ് ഗ്രാമ യോജന. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ജോസഫ് മുണ്ടശ്ശേരി. ക്വസ്റ്റ്യൻ നമ്പർ 32. മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടതു ഏട്രിയവും ഇടതു വെൻട്രിക്കിളിനുമിടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ്വിതള വാൽവ്. ക്വസ്റ്റ്യൻ നമ്പർ 33. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം, അതായത് ആൻഡ്രോജൻ പുരുഷ ഹോർമോൺ ആണ്. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നിവ സ്ത്രീ ഹോർമോണുകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. 2022 ആപ്തവാക്യമാണ് ഒരേയൊരു ഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 35. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏത്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വൈഡൽ ടെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 36. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഒന്ന് മാത്രം. അതായത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനകൾ കൂടി നമ്മൾക്ക് നോക്കാം. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നു. ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു. ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 37. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസ് ആയ ഒമിക്രോൺ വകഭേദം ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഭൂഗുരുത്വബലം. ക്വസ്റ്റ്യൻ നമ്പർ 39. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പാസ്കൽ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 40. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിന്റെ പവർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, +5D. ക്വസ്റ്റ്യൻ നമ്പർ 41. ഇതിൽ ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ISRO ES-01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, PSLV C-49. നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് LVM-3 Mark 4 ആണ്. അതേപോലെ ആദിത്യ L1 വിക്ഷേപിച്ചത് PSLV C-57 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്നാണ് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ. ഇത് ആനോഡിലാണ് നടക്കുന്നത്. എങ്കിൽ റിഡക്ഷൻ എന്താണ്? ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇലക്ട്രോണുകൾ നേടുന്ന രാസപ്രവർത്തനമാണ് റിഡക്ഷൻ. ഇതെവിടെയാണ് നടക്കുന്നത്? കാഥോഡിലാണ്. ആനോഡിന് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും, കാഥോഡിന് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ലഭിക്കും, അതേപോലെ ഇലക്ട്രോണുകൾ നമ്മൾ നേടുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണ് ലഭിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രതലബലം. ക്വസ്റ്റ്യൻ നമ്പർ 44. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മഗ്നീഷ്യം. അങ്ങനെയെങ്കിൽ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അത് ഇരുമ്പാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അത് സിങ്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മർദ്ദം കുറവാണ്. നമുക്കറിയാം ഉയരം കൂടുന്തോറും മർദ്ദം കുറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷനിലില്ല. കറക്റ്റ് ആൻസർ KP കുമാരൻ. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് KP കുമാരൻ. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് P ജയചന്ദ്രനാണ്. 2021 KP കുമാരൻ, 2022 TV ചന്ദ്രൻ. ഒന്നുകൂടി പറയാം. 2020 P ജയചന്ദ്രൻ, 2021 KP കുമാരൻ, 2022 TV ചന്ദ്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 47. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജാവലിൻ. ക്വസ്റ്റ്യൻ നമ്പർ 48. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2. അതായത് കൂടിയാട്ടമാടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം.
ക്വസ്റ്റ്യൻ നമ്പർ 49. ജൈന വാസ്തുക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ഏത് ജില്ലയിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എറണാകുളം. ക്വസ്റ്റ്യൻ നമ്പർ 50. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ദക്ഷിണാഫ്രിക്ക. ഇനി അടുത്തത് മാത്സ്. ഞാൻ ആൻസർ മാത്രം പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 51. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 0. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 0 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏത് സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ആൻസർ ഏത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 52. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 16. ക്വസ്റ്റ്യൻ നമ്പർ 53. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 50. ക്വസ്റ്റ്യൻ നമ്പർ 54. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 55. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 56. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 57. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 58. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 59. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 60. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 61. If you had told the truth they dash you. The correct answer option B ആണ്, would have believed. Question number 62. Neither Raju nor his friends dash home every week. The correct answer option B ആണ്, go. Question number 63. He is senior dash me in college. Correct answer option D, 2. Question number 64. Everyone passed the examination. Question tag ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Correct answer option C, didn't they. Question number 65. Dash honest man is the noblest work of God. The correct answer option A ആണ്, an. Question number 66. I saw a dash of bees. Correct answer option C, swarm. Question number 67. Choose the correct synonym for weary. Correct answer option B, tired. Question number 68. Select the correctly spelled word from the following options. Handkerchief ആണ് ചോദിച്ചിരിക്കുന്നത്. Correct answer option C ആണ്, handkerchief. Question number 69. Select the suitable one word substitute for an ability to make good judgments and take quick decisions. The correct answer option A ആണ്, acumen. Question number 70. While walking in the park, I dash an old friend. The correct answer option D ആണ്, came across. Question number 71. പ്രസാധകൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? Correct answer option B, പ്രസാദിക. Question number 72. പ്രയതി സമാന പദം ഏത്? Correct answer option B, ദാനം. Question number 73. ശരിയായ പദം കണ്ടെത്തുക. Correct answer option A, അനാരതം. Question number 74. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Correct answer option D, അനുകരണശീലം. Question number 75. ശരിയായ വാക്യം എഴുതുക. The correct answer option B ആണ്, അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. Question number 76. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം ഏത്? The correct answer option C ആണ്, പ്രതിഷ്ഠാപകൻ. Question number 77. തിക്തം വിപരീത പദം ഏത്? Correct answer option D, മധുരം. Question number 78. ജനനിബിഡം വിഗ്രഹിക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജനങ്ങളാൽ നിബിഡമായത്. Question number 79. തജ്ജീവിതം പിരിച്ചെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, തത് പ്ലസ് ജീവിതം. Question number 80. ദ്വന്ദ്വം പര്യായപദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, മരുഭൂമി. താങ്ക് യു.